ഹലോ ഗായ്സ്, റാണീസ് അടുക്കളയിലെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ്, പിന്നെ കുറച്ച് ബ്രൊക്കോളി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കോളിഫ്ലവർ എടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചത്, ഒരു സവാള, ഒരു അര സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3 വെളുത്തുള്ളി ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം എടുത്തിട്ടുണ്ട്, മല്ലിയില, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഈ തേങ്ങയും കശുവണ്ടി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പച്ചക്കറിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ബാക്കി ബീൻസും അത് ബ്രൊക്കോളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള, പിന്നെ പച്ചമുളക്, ഒരു സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത് നമ്മൾ തേങ്ങയും കശുവണ്ടിയും കൂടി അരച്ചെടുത്താണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വെള്ളം ഇച്ചിരി കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ താളിപ്പ് റെഡിയാക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ആ താളിപ്പ് നമുക്ക് ഈ കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
നമുക്ക് ഈ തീയും കൂടെ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.